Hello guys, welcome back to another video. It's today നമ്മുടെ ഒരു മച്ചാൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. നമുക്കത് പോകാൻ പറ്റിയില്ല, 2 ദിവസം മുമ്പായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നങ്ങോട്ട് പോയി നോക്കാം. മച്ചാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു BMൻ്റെ പുതിയ സ്റ്റിക്കർ ഇറക്കിയ പുതിയ വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. മച്ചാൻ ഫ്രണ്ടിൽ തന്നെ പോയി. ഓക്കെ, കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എൻ്റെ വീടിൻ്റെ പോണ വഴി തന്നെയാണ് മച്ചാനും വീട് പണിതിരിക്കുന്നത്. ഈ മച്ചാനെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ കമ്പനി ആയതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വീട് പണിതിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണ് അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ വീട് വന്നിരിക്കുന്നത്. KBR ഫിയോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോയേക്കാം. അവിടെ ഒരു വലിയ റോഡൊക്കെ പണിത് വെച്ചാൽ നമ്മുടെ വണ്ടി അറിയാണ്ടൊന്ന് ചാടിപ്പോയി. അവിടെ ചെറിയൊരു ഗ്ലിച്ച് പോലെ ഉണ്ട്. ഫൈനലി നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു 2 നില കിടിലം വീടാണ്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോയെന്ന് തോന്നുന്നുണ്ട്. നല്ല ഇടി അടിച്ച്, അപ്പോൾ ഫ്രണ്ട് ഞളങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതും പോയി കിട്ടി. നമുക്ക് എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എന്തായാലും വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ മച്ചാനെ കാണാമല്ലോ. മച്ചാൻ ഇതാ ഫ്രണ്ടിൽ ബാക്കിൽ നിന്ന് ഓടി വരുന്നുണ്ട്. കിടിലം വീടല്ലേ, പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. നൈസ് 2 നില കിടിലം വീടാണ് പണിത് വെച്ചിരിക്കുന്നത്, ഒരു വലിയൊരു ഇതുപോലെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഹാളിൽ എത്തിയിട്ടുണ്ട്. നൈസല്ലേ, ലൈറ്റ്സ് കാര്യങ്ങൾ അതുപോലെ ചെയർ. നമുക്ക് എന്തായാലും അടുത്ത റൂമിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് മച്ചാൻ്റെ ഗെയിമിംഗ് റൂം. ഓക്കെ നൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ റിമോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി സീറ്റിലിരിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ അതെന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റിലിരിക്കാൻ പറ്റത്തില്ല. ഐ തിങ്ക് സീറ്റിലിരിക്കണമെങ്കിൽ കുറച്ചും കൂടി ബാക്കിലോട്ട് വലിച്ച് വെക്കണം എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, പീസറുടെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത റൂമിലോട്ട് പോയി നോക്കാം. നമുക്ക് ഹാളിൽ ചെന്നിട്ട് നമ്മുടെ ആ ഒരു ഇതിലും കൂടി ചെയറിലും കൂടി ഇരിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ ഇട്ടു. ഓക്കെ, ഇത് ഫൈനലി ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബോർഡ് വർക്കിൻ്റെ ഉള്ളിൽ അവിടെ അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ സീറ്റിലിരിക്കാൻ പാടാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ പൈപ്പിൽ വെള്ളം വരുന്ന ഒരു ആനിമേഷൻ അടുക്കളയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബോക്സും കാര്യങ്ങളും ഫ്രീസർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത റൂമിലോട്ടൊന്ന് പോയി നോക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ എൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരു ഇതുണ്ട്. നമുക്ക് ഈ സീറ്റിലൊന്ന് ഇരിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഇത് പെർഫെക്റ്റ് മാച്ച് അല്ലേ, അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഒരു മീറ്റിംഗ് റൂമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഗ്യാങ്ങിലൊക്കെ മീറ്റിംഗ്സിനൊക്കെ ഇരിക്കാനാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവരും കൂടി കയറുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും അടുത്ത റൂം ഇതാണ് മച്ചാൻ്റെ ബെഡ്റൂം ഫിയോണിക്സിൻ്റെ. നൈസായിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും മുകളിലോട്ടൊന്ന് കയറി നോക്കാം. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്, അകത്തോട്ട് കയറുന്നുണ്ട് സ്റ്റെപ്പ് ചെറുതായതുകൊണ്ട്. ഓക്കെ, ഇതാണ് ഹാള് വരുന്നത്. ലെഫ്റ്റ് സൈഡിലൊരു റൂമുണ്ട്. ഓക്കെ, നമ്മുടെ മച്ചാൻ ഇവിടെ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത റൂമിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താ വെച്ചെങ്കിൽ അവിടെ ഒരു തിയേറ്റർ, ഒരു മിനി തിയേറ്റർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് നോക്കി. നൈസ് വാച്ചാണ്. 4-5 AC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വാളും വരുന്നത്. ടോപ്പിൽ ഇൻറ്റീരിയറൊക്കെ നൈസായിട്ടുണ്ടല്ലേ. താഴെ തന്നെ ഇൻറ്റീരിയറിങ്ങൊക്കെ നൈസായിട്ട് മച്ചാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടോപ്പിലോട്ട് പോയി നോക്കാം. റൂഫ് ടോപ്പിൽ കയറി നോക്കാം. ഓക്കെ, റൂഫ് ടോപ്പിൽ ഒരു ജനസാഗരം തന്നെ ഉണ്ട് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ, അതായത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ മച്ചാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എല്ലാം ചെയ്യുന്ന പോലെ ജ്യൂസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എന്തായാലും വീട് മൊത്തത്തിൽ കാണാനൊരു രസമുണ്ട്. നമ്മുടെ ഫിയോണിക്സ് മച്ചാൻ അത്യാവശ്യം പണിയെടുത്തിട്ട് തന്നെയാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. മച്ചാൻ നമ്മളോട് കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മച്ചാൻ ടൈം എടുത്തുണ്ടാക്കിയ വീടാണ്. ഒരു 1 വീക്ക് 2 വീക്കിൻ്റെ അടുത്ത് ഓരോ വർക്കും എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ലീവ് ചെയ്യാണ്. വീട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഫിയോണിക്സ് മച്ചാൻ്റെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ റോങ്ങർ. സ്റ്റേ ട്യൂൺഡ് ഇൻ അനദർ വീഡിയോ. സീ യു അഗെയിൻ ഗൈസ്. ബൈ.